ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്തിനെയും രേവതിനെയാണ്. അങ്ങനെ ശ്രീകാന്തിനോട് രേവതി എല്ലാ കാര്യങ്ങളും വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ ഏടത്തി ഒരു കാര്യം ചെയ്യുക, ഏടത്തി ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോരെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ വരത്തില്ല, ഞാൻ അയാളുമായിട്ട് ഇനി വരത്തുള്ളൂ, എനിക്ക് അയാൾക്ക് എന്ത് പറ്റിയെന്ന് അറിയണമെന്ന് പറഞ്ഞിങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ എങ്കിൽ പിന്നെ ഏടത്തി അവിടെ നിൽക്കുക, ഞാൻ ഏട്ടനെ ഒന്ന് വിളിക്കട്ടെ, ഞാൻ ഏട്ടനെ ഒന്ന് വിളിച്ചിട്ട് ഏടത്തിനെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ ശ്രീകാന്ത് നേരെ വിളിക്കുന്നത് സച്ചിനെയാണ്. അങ്ങനെ സച്ചിനെ വിളിച്ചു. സച്ചിയോട് ചോദിച്ചു, ഏട്ടൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ഞാനൊരു സ്ഥലത്താണ്. എന്താടാ നീ വിളിച്ചത്? അല്ല, ഏട്ടൻ്റെ വണ്ടിക്ക് എന്താ പറ്റിയത്? അത് വണ്ടി പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഏത് പോലീസ് സ്റ്റേഷനിലാണ്? പാറക്കുളം പോലീസ് സ്റ്റേഷനിൽ ആണോ? എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ഞാൻ അങ്ങോട്ടേക്ക് വരാം. വേണ്ടടാ, നീ ഇങ്ങോട്ടേക്ക് വരുമോന്ന് വേണ്ട. അല്ല, ഇത് നീ എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ അറിഞ്ഞത് ഏടത്തി എന്നോട് പറഞ്ഞതാ. ഏടത്തി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. അവൾ നാട്ടിൽ വന്നിട്ടുണ്ടെന്നോ? അവൾ എന്തിനാ വന്നത്? അവൾ തനിയാണോ വന്നത്? അതെ, തനിയാ വന്നത്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുനിന്നാ ഏടത്തി വിളിച്ചത്. ഏട്ടൻ ഫോൺ എടുക്കാത്തതിൻ്റെ ടെൻഷനിലാണ് എന്നെ വിളിച്ചത്. ഞാൻ ഏടത്തീനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാം. ഏതായാലും ഫോൺ കട്ട് ചെയ്യുക. ഏട്ടൻ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഇല്ലടാ, എന്തായാലും നീ ഫോൺ വെച്ചേരെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ വെച്ചു. നമ്മുടെ സച്ചി ആകപ്പാട് ടെൻഷനിലാണുള്ളത്. പിന്നെ നമ്മുടെ രേവതീനെയാണ് കാണിക്കുന്നത്. ശ്രീകാന്ത് രേവതീനെ വിളിക്കുക. അങ്ങനെ രേവതി ഫോൺ എടുത്തിട്ട് ശ്രീകാന്തെ എന്ന് പറഞ്ഞു. അതെ, ഏട്ടനെ ഫോണിൽ കിട്ടി. പാറക്കുളം സ്റ്റേഷനിലാണ് വണ്ടിയുള്ളത്. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകും. ഏടത്തി ഒരു കാര്യം ചെയ്യേ, നേരെ വീട്ടിലേക്ക് വാ. അല്ല, സ്റ്റേഷനിലേക്ക് ഞാനും വരാടാ. വേണ്ട, ഏടത്തി വീട്ടിലേക്ക് വാ. ഞാൻ എന്ത് മനസ്സമാധാനത്തോടെയാടാ വീട്ടിലേക്ക് വരുന്നത്? എനിക്ക് നിൻ്റെ ഏട്ടനെ കാണണം. ഞാൻ സ്റ്റേഷനിൽ പൊക്കോളാം. ഏതായാലും നീ അങ്ങോട്ടേക്ക് വാ. പാറക്കുളം സ്റ്റേഷനല്ലേ, അതെനിക്കറിയാം. ഞാൻ അങ്ങോട്ടേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും രേവതി തൊട്ടടുത്തൊരു ഓട്ടോ വരുന്നത് കണ്ടു. അപ്പം തന്നെ ആ ഓട്ടോയ്ക്ക് കൈ നീട്ടി നിർത്തിച്ചിട്ട് ആ ഓട്ടോയിൽ കയറി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഇതേസമയം നമ്മുടെ മഹേഷിനെ പോലീസ് പിടിച്ചു കേട്ടോ. പോലീസ് പിടിച്ചു. മഹേഷ് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജയിലിനകത്ത് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അവർ ജയിലിനകത്ത് തന്നെയാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ഏതായാലും ആ ഒരു സമയത്ത് പെട്ടെന്ന് SIO അവിടെ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വരികയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നതും നമ്മുടെ മഹേഷിനെ ചോദ്യം ചെയ്യുക. അങ്ങനെ മഹേഷ് പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, അതെൻ്റെ ഫ്രണ്ടിൻ്റെ കാറാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ വീണ്ടും അടി മേടിക്കാതെ നീ മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അടി കൊടുത്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പോലീസും നമ്മുടെ മഹേഷും കൂടെ തർക്കമാകുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മുടെ മഹേഷിന് 2 അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മഹേഷിനെ വീണ്ടും തള്ളി മാറ്റി നിർത്തുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ സച്ചി എത്തിയിട്ടോ. അങ്ങനെ സച്ചി ഓടി പേടച്ച് വെപ്രാളപ്പെട്ട് വരിക. സച്ചിയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ സച്ചിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അങ്ങനെ മഹേഷ് ഒരു മൂലയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പുറത്താണെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് നമ്മുടെ സച്ചി വന്നപ്പോഴത്തേക്കും വണ്ടി അവിടെ കിടക്കുക. വണ്ടി കണ്ടത് ഓടി ചെന്ന് നമ്മുടെ സച്ചി വണ്ടീനെ ഒന്ന് തൊട്ട് തലോടുമൊക്കെ ചെയ്തു. എന്നിട്ട് പതിയെ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ഒന്നുമല്ല കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹേഷ് ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഏതായാലും അത് കണ്ടതും നമ്മുടെ സച്ചിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും മഹേഷ് സച്ചിനെ കണ്ട ഉടനെ തന്നെ സച്ചി എടാ സച്ചി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലടാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, എന്താടാ പറ്റിയത്? ഞാൻ സത്യം പറഞ്ഞ ഇവർ വിശ്വസിക്കുന്നില്ലടാ, ഞാൻ അറിഞ്ഞുകൊണ്ട് കഞ്ചാവ് കടത്തിയെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. സോറിടാ. നീ തെറ്റൊന്നും ചെയ്തില്ല, പിന്നെ എന്തിനാടാ നീ സോറി പറയുന്നത്? അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പോലീസുകാരൻ ചോദിച്ചു, ആരടാ നീന്ന് ചോദിച്ചു. അത് ഇവൻ എൻ്റെ കൂട്ടുകാരനാ, എൻ്റെ വണ്ടിയാണ് എൻ്റെ വണ്ടിയാ, ഞാൻ ഇവന് ഓടിക്കാൻ കൊടുത്തത്, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഓഹോ, അപ്പം നീയും കൂടെ അറിഞ്ഞോണ്ടല്ലേ ഇതൊക്കെ? എന്താ സാറീ പറയുന്നത്? ഞങ്ങൾ അത്രക്കാരൊന്നും അല്ല. സാറേ, ഇവനൊരു പാവാ. വണ്ടിക്കകത്ത് കഞ്ചാവ് ഉണ്ടായിരുന്ന കാര്യം ഇവൻ അറിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെന്താ സാർ കാറ് വിട്ടു തരണം. ഇവൻ്റെ പേരിൽ കേസ് എടുക്കരുത് സാർ. ആരാടാ നീ? എന്ത് ചെയ്യണമെന്നേ ഇവിടുത്തെ സാർമാർക്കറിയാം. നീ ഓർഡർ ഇടുകയാണോ? മര്യാദയ്ക്ക് അങ്ങോട്ട് മാറി നിൽക്ക്. നീ കൂട്ടുപ്രതിയാണല്ലേ അപ്പം? കൂട്ടുപ്രതി? അതെ, ഞങ്ങൾ പ്രതിയൊന്നുമല്ല, ഞങ്ങൾ കഞ്ചാവ് കടത്തുമല്ല ഞങ്ങളുടെ ജോലി. ഞങ്ങൾ പാവങ്ങളാ സാർ, പ്ലീസ് സാർ, ഞങ്ങളെ വിട് സാറേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് മഹേഷ് കയറി വന്നിട്ട്, എൻ്റെ പൊന്ന് സാറേ, വിട് സാറേ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കാലിങ്ങനെ പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൂടെ നിന്ന് ഒരു പോലീസുകാർ ഒറ്റൊരു അടി കൊടുത്തു. ഏതായാലും യൂണിഫോം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സച്ചി പോലീസുകാരനാണെന്ന് ഓർത്തില്ല കേട്ടോ. ഏതായാലും
ഈ തല്ലിയത് കണ്ട ഉടനെ സച്ചി അങ്ങ് വന്നിട്ട് നമ്മുടെ ആ പോലീസിനെ അങ്ങ് പിടിച്ചു മാറ്റി കുറ്റി നോക്കി ഒറ്റ ഒരെണ്ണം കൊടുത്തു. ഏതായാലും അവിടെ ആകപ്പാടെ വിഷയമാകുകയാണ്. പോലീസുകാരൻ്റെ തല്ലിയാൽ പിന്നെ എന്നാ സംഭവിക്കാൻ പോവാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ സച്ചിനെ അവന്മാർ തലങ്ങനും വേലങ്ങനും ഇട്ട് തല്ലി കേട്ടോ. ആദ്യമാടാ നീ തൊട്ട് കളിക്കുന്നത്, പോലീസുകാരനെയാണോടാ എന്ന് ചോദിച്ചു. അയ്യോ സാറേ പോലീസുകാരനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിനെ ഇഞ്ചം പരുവാക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ രേവതി വരുന്നു. രേവതി വന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയതും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിനെ ഇട്ട് അടിക്കുന്നതാണ്. രേവതിക്ക് സഹിക്കുമോ? രേവതി ഓടി ചെന്നിട്ട് അയ്യോ ഇതെന്താ സാറ് കാണിക്കുന്നത്, അയ്യോ സാറേ എന്ന് പറഞ്ഞ് ഓടി ചെന്ന് ഇങ്ങനെ നമ്മുടെ സച്ചിയുടെ നേരെ അങ്ങ് നിന്നിട്ട് പ്ലീസ് സാർ ഇദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ ഇട്ട് തല്ലുന്നത്? ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞാൻ, ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ല, ഞങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഞങ്ങൾ മഹേഷ് വിളിച്ച് അറിയിച്ചിട്ടാണ് വന്നത്, പ്ലീസ് സാർ ഒന്നും ചെയ്യരുത് സാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തൽക്കാലം കഞ്ചാവ് കടത്തിയത് അവിടെ നിൽക്കട്ടെ, ഈ ക്രിമിനൽ ഉണ്ടല്ലോ ഈ വൃത്തികെട്ടവൻ ഇവനെന്നെ തല്ലി എന്നും പറഞ്ഞ് വീണ്ടും നമ്മുടെ രേവതിനെ പിടിച്ചു മാറ്റിയിട്ട് അടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു പ്ലീസ് സാർ ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യരുത് സാർ എന്നും പറഞ്ഞ് ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ് സച്ചിക്ക്. അപ്പോഴത്തേക്കും പോലീസുകാരൻ ഇങ്ങനെ ദേഷ്യം വന്നു കേട്ടോ. വേറെ ഒന്നുമല്ല ദേഷ്യം വന്നത്, നമ്മുടെ പോലീസുകാരെ തല്ലിയോണ്ടാണ് അത്രമാത്രം ദേഷ്യം വന്നത്. അങ്ങനെ നമ്മുടെ രേവതി അവിടെ കാറിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും മാറി നിൽക്കടി എന്ന് പറഞ്ഞു. നീ എന്തിനാടി ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കാണെങ്കിൽ വീണ്ടും നമ്മുടെ സച്ചിനെ തല്ലാൻ തുടങ്ങിയപ്പോൾ വീണ്ടും രേവതി ഇടയ്ക്ക് കയറിയപ്പോഴത്തേക്കും നിന്നോടല്ലടി മാറി നിൽക്കാൻ പറഞ്ഞത്, മാറി നിന്നില്ലേ നിന്നെ ഉണ്ടല്ലോ തൂക്കിയെടുത്ത് വെളിയിൽ എറിയാൻ ഞങ്ങൾക്കറിയാം, നീ എന്താടി വിചാരിച്ചത്, ഞങ്ങളുടെ കൺമുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കാൻ എങ്ങനെയാണ് നിനക്ക് ധൈര്യം വന്നത് എന്ന് ചോദിച്ച് നമ്മുടെ രേവതിനെ അടിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി പറഞ്ഞു സാറേ അവളെ തൊട്ടാലുണ്ടല്ലോ എന്താടാ നീ ചെയ്തത്, എൻ്റെ സ്വഭാവം മാറുന്നു പറഞ്ഞു. ഏതായാലും വീണ്ടും നമ്മുടെ സച്ചിക്കിട്ട് അടി കിട്ടാൻ തുടങ്ങി. രേവതി അവിടെ കിടന്ന് അലമോറയിട്ട് കരയാനും തുടങ്ങി. അങ്ങനെ 2 വനിതാ പോലീസ് വന്ന് നമ്മുടെ രേവതിനെ തൂക്കിയെടുത്തോട്ടങ്ങ് പോയി. അപ്പോഴത്തേക്കും വനിതാ പോലീസ് പറഞ്ഞു പ്ലീസ് എൻ്റെ ഭർത്താവിനെ എനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ നിന്നോടല്ലേ അടങ്ങി നിൽക്കാൻ പറഞ്ഞത്, അതെ നിൻ്റെ ഭർത്താവ് ചെയ്ത എന്താണെന്ന് നിനക്ക് അറിയാലോ, പ്ലീസ് സാർ എൻ്റെ ഭർത്താവ് ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങളൊക്കെ സ്ത്രീകളല്ലേ, ഒന്നും മനസ്സിലാക്ക എന്നെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഏതായാലും പോലീസുകാർ പിടിവിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി സച്ചിനെ തന്നെ ഇങ്ങനെ കാണുകയാണ്. നോക്കിയപ്പോഴത്തേക്ക് സച്ചിനെ അടിച്ചൊരു പരുവമായിട്ടിട്ടേക്കുവാണ് കേട്ടോ. സഹിച്ചില്ല നമ്മുടെ രേവതിക്ക്. സച്ചിക്കോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, സച്ചിക്ക് എന്താ പറയുക, തൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടതുപോലെ ഭാര്യയുടെ മുമ്പിലിട്ട് ഇങ്ങനെ തല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അതുമല്ല രേവതിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ട വന്നത് താൻ കാരണമാണല്ലോ എന്ന് ഓർത്തിട്ടൊക്കെ നമ്മുടെ സച്ചിയുടെ മനസ്സങ്ങോട്ട് ഉരുകാണെന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും സച്ചിനെയും മഹേഷിനെ ലോക്കപ്പിൽ അടയ്ക്കുക തന്നെ ചെയ്തു. പിന്നെ നമ്മുടെ മഹേഷിനെ കാണിക്കുക. അപ്പം മഹേഷ് പറഞ്ഞു സോറിടാ എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്, ഞാൻ കാരണം അത് പിന്നെ എടാ പോട്ടടാ സാരമില്ലടാ, നീ അറിഞ്ഞോണ്ടല്ലോ ഒന്നും ചെയ്തത് എന്നിങ്ങനെ സച്ചി പറഞ്ഞു. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ രേവതി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രീകാന്ത് വരികയാണ്. ശ്രീകാന്ത് മാത്രമല്ല നമ്മുടെ രേവതിയുടെ അനിയത്തി ഉണ്ട് കേട്ടോ. അപ്പം അവർ രണ്ടുപേരും ഓടി വരികയാണ് രേവതിയുടെ അനിയത്തി. എന്നിട്ട് ചേച്ചി എന്താ ചേച്ചി പറ്റിയത്, സച്ചിയേട്ടൻ എന്തിയെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് വേണ്ട ചേച്ചി പേടിക്കൊന്നും വേണ്ട, ഞാൻ വരുന്ന വഴി യാദർശികമായിട്ടാണ് ഇവളെ കണ്ടത്, ഇവളും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല സച്ചേട്ടൻ എന്തിയെ, അകത്തുണ്ട്, അദ്ദേഹം പോലീസുകാരനെ തല്ലി എന്നൊക്കെ പറയുന്നുണ്ട്, പോലീസുകാരൊക്കെ ചേർന്ന് അദ്ദേഹത്തെ ഒരുപാട് ഉപദ്രവിച്ചു, കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല, അത്രമാത്രം ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കരയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു ഏടത്തി കരയാതെ, ഏടത്തി എന്തിനാ കരയുന്നത്, ഏടത്തി കരയൊന്നും വേണ്ട, ഏടത്തി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ശ്രീകാന്ത് അകത്തേക്ക് കയറി ചെന്നിട്ട് ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് കയറി ചെന്നതും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിക്ക് എന്തോ ജീവൻ തിരിച്ചു കിട്ടിയ പോലെയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു ഏട്ടൻ പേടിക്കൊന്നും വേണ്ട, അല്ല നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, നിന്നോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞതല്ലേടാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടാ എന്താ പറ്റിയത്, ഏട്ടനെ അങ്ങനെ വിട്ടിട്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്, അങ്ങനെ ഏട്ടനെ ഞങ്ങൾ വിട്ടിട്ട് പോകുന്ന ഏട്ടന് തോന്നുന്നുണ്ടോ, എന്താ സത്യം എന്ന് ഞങ്ങൾക്ക് അറിയണം, ഞങ്ങൾ പോലീസിനോട് സംസാരിക്കാനാണ് വന്നത്. അല്ല അതിൻ്റെ ഇടയിൽ എന്താ വേറെയും കേസ്, ഏട്ടൻ എന്തിനാ പോലീസുകാരനെ തല്ലിയത്, അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നു ഏട്ടന്, ഏട്ടത്തെ എല്ലാം എന്നോട് പറഞ്ഞു
എന്തിനാ ഏട്ടാ അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഞാൻ അറിഞ്ഞില്ലടാ പോലീസുകാരനാന്ന്. പിന്നെ ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവനെ തല്ലി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സഹിച്ചില്ല. അതാ ഞാൻ തിരിച്ച് തല്ലിയത്. ഞാൻ സാധാ വേഷത്തിൽ വന്നതുകൊണ്ട് തന്നെയാ പോലീസ് ആന്ന് അറിഞ്ഞില്ല. ഞാൻ അറിയാതെ ചെയ്തതാടാ, അറിഞ്ഞോണ്ടല്ല ഒരിക്കലും തല്ലിയത്. അല്ല ഏട്ടനെ പോലീസുകാർ ഒത്തിരി തല്ലിയോ? തല്ലിയോന്നോ? അതൊക്കെ പോട്ടെ, അതൊന്നും സാരില്ല. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതല്ലേ, അതൊക്കെ നീ വിട്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു പോലീസുകാരൻ വന്നിട്ട് ചോദിച്ചു, SI ആട്ടോ, വന്നിട്ട് ചോദിച്ചു, അല്ല ആരാ നിങ്ങളെ ആരാ അകത്തേക്ക് വിട്ടത്? അത് സാർ ഞങ്ങൾ അനുവാദം ചോദിച്ചിട്ട് തന്നെ അകത്തേക്ക് വന്നത്. ഇതെൻ്റെ ഏട്ടന് എന്ത് തെറ്റാ ചെയ്തത്? എൻ്റെ ഏട്ടനെ എന്തിനാ നിങ്ങളിങ്ങനെ തല്ലിയത്? ഇങ്ങനെ തല്ലാന് നിങ്ങൾക്ക് എന്താ അധികാരം? മനുഷ്യാവകാശ കമ്മീഷനിലെ ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞു, പരാതി കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മനുഷ്യാവകാശ കമ്മീഷൻ നിങ്ങൾക്ക് മാത്രമല്ലോ, എന്താ പോലീസുകാർക്കില്ലേ? മനുഷ്യർ തന്നെയാ പോലീസുകാരും. സ്റ്റേഷനിൽ വന്ന് SI തല്ലിയവനെ ഉമ്മ കൊടുത്ത് പറഞ്ഞു വിടണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മേൽ കൈവച്ചപ്പം ഏട്ടൻ അടിച്ചു. ഏട്ടന് പോലീസൊന്നും അറിയില്ലായിരുന്നല്ലോ, അറിയാതെയല്ലേ ഏട്ടൻ അടിച്ചത് എന്നിങ്ങനെ പറഞ്ഞു. ഒരു ക്രിമിനലിനോട് എന്ന പോലെയല്ലേ നിങ്ങൾ ഏട്ടനോട് പെരുമാറിയത്? അല്ല കഞ്ചാവ് കടത്തിയവൻ പിന്നെ ക്രിമിനൽ അല്ലാതെ പിന്നെ അവനെന്താ? എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്, മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. പ്ലീസ് സാർ, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, വിവരം അറിഞ്ഞ് രാവിലെ എത്തിയത്. ഡ്രൈവറായ മഹേഷ് അറിയാതെയാണ് കഞ്ചാവ് കടത്തിയത്. ഏതായാലും ഇതൊന്ന് അന്വേഷിക്കണം സാറേ, സത്യമായിട്ടൊന്ന് അന്വേഷിക്കണം. മര്യാദയ്ക്കിരുന്നോ, ഇവിടെ ഇപ്പം വേറൊന്നുമല്ല, പോലീസിന്റെ ദേഹത്ത് കൈവച്ചതാ ഇപ്പം അടുത്ത കേസ്. വീടിലടാ നിന്നെ, ജയിലിൽ കയറ്റൂടാ ഞാൻ നിന്നെ എന്ന് പറഞ്ഞു. അപ്പം അടിച്ച പോലീസുകാരനാട്ടോ പറയുന്നത്. അങ്ങേർക്ക് ഇങ്ങനെ ദേഷ്യം വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, ഇനിയിപ്പം ഒന്നും പറയണ്ട, നിങ്ങൾ മര്യാദയ്ക്ക് പോകാൻ നോക്ക്, പറയേണ്ടതൊക്കെ കോടതി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു, പ്ലീസ് സാർ എൻ്റെ ഭർത്താവിന് വിട് സാർ, പോലീസ് അന്ന് അറിയാതെയാ അദ്ദേഹം തല്ലിയത്, എൻ്റെ ഭർത്താവിനോട് ക്ഷമിച്ചിട്ട് വിടണം സാർ എന്നിങ്ങനെ പറഞ്ഞു. നമ്മുടെ രേവതി ഇങ്ങനെ മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ. ഏതായാലും പോലീസുകാരൻ പറഞ്ഞു, നിങ്ങളുടെ മാപ്പും ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ഇവൻ ക്രിമിനൽ. അപ്പം സച്ചി പറഞ്ഞു, അതെ രേവതി നീ എന്തിനാ അദ്ദേഹത്തെ തൊഴുന്നത്? അദ്ദേഹത്തെ തൊഴേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ കൈകൂപ്പിയിട്ടൊന്നും എന്നെ ഇവിടുന്ന് വെളിയിൽ ഇറക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പം, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ സാർ, ഒരു പാവാ, നല്ലവനാ അയാൾ, പ്ലീസ് സാർ വിട്ടേക്ക് സാർ. എന്തിനാ സാർ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ആർക്കെങ്കിലും ഒരു വിഷമം വന്നാൽ ഓടിച്ചെന്ന് സഹായിക്കുന്ന ആളാ. സ്നേഹിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സഹിക്കില്ല സാറേ. അതാ ഫ്രണ്ടിനെ അടിച്ചപ്പം അങ്ങനെ ചെയ്തത്. പ്ലീസ് സാർ, ഞാൻ കാല് പിടിക്കാം സാറേ, ഒന്ന് വിട് സാറേ. പോലീസാണെന്ന് അറിയില്ലായിരുന്നല്ലോ, അതും കൊണ്ടല്ലേ, വിട്ടേക്ക് സാറേ പ്ലീസ് എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി പിന്നെ കരയാൻ തുടങ്ങിട്ടോ. അപ്പോഴത്തേക്കും പോലീസുകാരൻ പറഞ്ഞു, വേണ്ട, ഇവിടെ നിന്ന് കരയൊന്നും വേണ്ട, ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട, ഞങ്ങൾക്ക് ഇത് വിടാൻ പറ്റില്ല, ഈ കേസ് അങ്ങനെ വിടാൻ വേണ്ടിയല്ല ഞങ്ങൾ ഈ ലോക്കപ്പിൽ ഇവനെ ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ അങ്ങ് പോയി. ഏതായാലും രേവതിയും ശ്രീകാന്തും നമ്മുടെ രേവതിയുടെ അനിയത്തിയൊക്കെ നിസ്സഹായ അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന ആ ഒരു സീനാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിയോട് പറഞ്ഞു, ഏട്ടനൊന്നും കൊണ്ടും പേടിക്കണമെന്ന് പറഞ്ഞു ശ്രീകാന്ത്. അച്ഛനോട് പറഞ്ഞ് നമുക്കൊരു വക്കീലിനെ ശരിയാക്കാം, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട, അച്ഛനെ ഈ വിവരം അറിയിക്കരുത്, ഈ വിവരം അച്ഛനെ അറിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ എന്തെങ്കിലും ചെയ്യാം. അല്ല ഏട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ട്രിപ്പ് ബുക്ക് ചെയ്തവർ ആരാണെന്ന് ഏട്ടനെ അറിയാമോ? സത്യമായിട്ടും എനിക്കറിയില്ല. അല്ല മഹേഷ് ഏട്ടനെ അറിയാമോ? ഇല്ല, എനിക്കറിയില്ല. 2 പേര് വന്ന് ബുക്ക് ചെയ്തു, അതുമാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചിനെ തന്നെ നോക്കുക. അങ്ങനെ സച്ചിനെ തന്നെ നോക്കിയിട്ട് പാവം ഒരുപാട് കരയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഒരിക്കലും നിങ്ങളെ ഒന്നും ചെയ്യില്ല ഇവർ, എനിക്ക് പറ്റുന്ന എന്ത് ചെയ്യും, നിങ്ങളെ ഞാൻ വെളിയിൽ ഇറക്കും, എനിക്കറിയാം നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കരഞ്ഞു. അപ്പോഴത്തേക്ക് പോലീസുകാരൻ പറഞ്ഞു, കുറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട് സംസാരിക്കാൻ, മതി 10 മിനിറ്റ് കൂടുതലൊന്നും ആർക്കും ഇങ്ങനെ സമയം കൊടുക്കുന്നതല്ല, നിങ്ങൾ ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിനെയും കൂട്ടി ഇറങ്ങി പോവുകയാണ്. രേവതിക്കാണ് സച്ചിനെ വിട്ടിട്ട് പോകാനും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു, വിഷമിക്കല്ലോ കേട്ടോ, എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളെ പുറത്തിറക്കും, ഇവിടെ പേടിക്കാതെ ഇരിക്കട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രേവതിയും ശ്രീകാന്തും അതുപോലെ രേവതിയുടെ അനിയത്തിയും കൂടെ പുറത്തിറങ്ങി വരുന്നത്. ചങ്ക് പറയുന്നൊരു വേദന തന്നെയാണ് രേവതിക്കുള്ളത്.
എന്തോ സ്വന്തം ഭർത്താവാണല്ലോ, അതിൻ്റെതായ ഒരു വിഷമം നമ്മുടെ രേവതിക്ക് ഉണ്ടല്ലോ. ഏതായാലും സച്ചി രേവതിയെ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ, രേവതിയെ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ഒരു നിമിത്തം ആയി തീരും കേട്ടോ. കാരണം സച്ചി രേവതിയെ സ്നേഹിക്കാനുള്ളൊരു നിമിത്തമായി തീരാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ പുറത്തിറങ്ങി രേവതി ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ട വരുമല്ലോ. എൻ്റെ ഈശ്വര, എന്താ ശ്രീകാന്തെ നമ്മൾ ചെയ്യേണ്ടത്? ഇനി എന്ത് നമ്മൾ ചെയ്താലാ അദ്ദേഹം ഒന്ന് വെളിയിലിറങ്ങുക? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വനിതാ പോലീസ് വരികയാണ് കേട്ടോ. അപ്പോൾ വനിതാ പോലീസിനോട് നമ്മുടെ രേവതി പറഞ്ഞു, മേഡം ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒന്ന് സഹായിക്കുമോ മേഡം, സാറുമാരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ മേഡം പ്ലീസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ വനിതാ പോലീസുകാരി നിങ്ങൾ വാ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു കേട്ടോ. എന്നിട്ട് വെളിയിലേക്ക് ഇറക്കിയിട്ട് പറഞ്ഞു, അതെ ക്രൂരന്മാരാ, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് രണ്ടുപേരെയും പുറത്തിറക്കാൻ നോക്ക്. എന്താ മേഡം വേണ്ടത്? പുറത്തിറക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയോ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുക. അവരെ അറിയിച്ചാൽ അവരെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചാലേ വിട്ടോളും. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിലും വലിയ കേസൊക്കെ ഇങ്ങനെ വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ, നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. കോർട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ വിഷയമാകും, പിന്നെ ഒരിക്കലും അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങ് പോയിട്ടോ. അപ്പോൾ രേവതി, ശ്രീകാന്തെ നമ്മൾ ആരോട് പറയും? അങ്ങനെ ആരേലും ശ്രീകാന്തിനെ അറിയോ? ഏടത്തി ഭയപ്പെടാതെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇതാരോ പ്ലാൻ ചെയ്ത പോലെയുണ്ട്. ഇത് മഹേഷിനെ കുരുക്കാനല്ല, ഏട്ടനെ കുരുക്കാൻ വേണ്ടിയാ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ രേവതി പറഞ്ഞു, അല്ല ഏട്ടന് ഏതെങ്കിലും ശത്രുക്കളുണ്ടോന്നോ? ഇതുപോലെ എല്ലാവരെയും സഹായിക്കാൻ നടക്കുന്നതല്ലേ, തല്ലുന്നതല്ലേ, പിന്നെ എങ്ങനെ ശത്രുക്കൾ ഉണ്ടാകാതിരിക്കും? ഏതായാലും നമുക്കിത് വെറുതെ വിടാൻ പറ്റില്ല, നമുക്ക് ഇതൊന്ന് അന്വേഷിക്കണം. ആ ട്രിപ്പ് വിളിച്ചത് ആരാണെന്ന് നമുക്കറിയണം. ഏതായാലും നമുക്ക് അങ്ങനെ ഒന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് പറയുമ്പോഴത്തേക്കും സമയം പൊയ്ക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. അതിനു മുമ്പ് നമുക്ക് രക്ഷിക്കണം. അവർ നിരപരാധികളാണെന്ന് തെളിയിക്കണം. അല്ലാതെ ആരും വിളിച്ചു പറയാൻ നിൽക്കില്ല. അങ്ങനെ നിരപരാധികളാണെന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് പ്രൂഫ് വേണം. നമുക്ക് ആദ്യം മഹേഷ് പറഞ്ഞ സ്ഥലത്തൊന്ന് പോയി നോക്കാം. അവിടെ നിന്ന് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതിയും രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ആ ഒരു സീനൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷം തന്നെയാണ് വരാനിരിക്കുന്നത്. നമ്മുടെ രേവതിയോട് സച്ചിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിനെ സച്ചി അറിയാൻ പോവുക തന്നെയാണ്. അപ്പോൾ കാത്തിരുന്ന് കാണാമല്ലേ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.